സന്നിധി മതി എൻ ദൈവമേ, നിൻ സാന്നിധ്യം മതി ഈ ഏഴയ്ക്ക്. നിൻ ദിവ്യകൃപകളാ ജീവിപ്പാൻ നിന്നാത്മശക്തി പകരൂ നാഥാ. നിന്നാശിഷം ചൊരിയുക എന്നിൽ, നിന്നാശിഷം ചൊരിയുക എന്നിൽ. കേൾപ്പിക്കുക നിൻ സ്വർഗീയനാദം. സ്വർഗീയനാദം ശ്രവിക്കുന്ന എല്ലാ മാന്യ സ്നേഹിതർക്കും പ്രഭാത വന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഇന്ന് രാവിലെ ദൈവം നമ്മെ ഉണർത്തിയതിനായി ദൈവത്തിന് നന്ദി പറയാം. ദൈവം നമുക്ക് നൽകി തന്നിട്ടുള്ള ആരോഗ്യത്തിനായി, ആയുസ്സിനായി എല്ലാം ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എല്ലാവരും വളരെയധികം തിരക്കിലാണ്. ആർക്കും സമയം തികയുന്നില്ല. കുട്ടികൾ മുതൽ പ്രായമുള്ളവർ വരെ അവരവരുടേതായ തിരക്കുകളിലും ബുദ്ധിമുട്ടുകളിലുമാണ്. കുട്ടികൾക്ക് അവരുടെ പഠനകാര്യങ്ങളിൽ, അതുപോലെ അവരുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളിലൊക്കെ ഇടപെടാൻ സമയം തികയുന്നില്ല എന്നാണ് അവരുടെ പരാതി. അവർ പഠിക്കുന്ന ഓരോ വിഷയങ്ങളിലും അവർ ചെയ്യേണ്ടുന്നതായ അസൈൻമെൻറ്റുകൾ, അതുപോലെ തന്നെ ആ വിഷയങ്ങളിലുള്ള പരീക്ഷകൾ, പിറ്റേ ദിവസം ചെയ്യേണ്ടുന്നതായ പ്രസൻറ്റേഷനുകൾ, അതുപോലെ തന്നെ ട്യൂഷനുകൾ, ഇതെല്ലാം നോക്കുമ്പോൾ അവർക്ക് സമയം തീരെയില്ല. അവർ ആകെപ്പാടെ തിരക്കിലാണ്. യുവാക്കളുടെ കാര്യം നോക്കിയാലോ, അവർ ഇതിനേക്കാൾ തിരക്കിലാണ്. ഒരു 100 കൂട്ടം കാര്യങ്ങൾ അവരുടെ മുൻപിലുണ്ട്. ഇതുവരെയും ജോലി ലഭിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ ഒരു ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ അന്വേഷിക്കൽ, ആ ജോലിക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ, ഇൻ്റർവ്യൂവിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ്, ജോലി കിട്ടിയിട്ടുള്ളവരാണെങ്കിൽ ആ ജോലിയിൽ അവർ എങ്ങനെ മുൻപോട്ട് പോകണം എന്നുള്ളതിനെ പറ്റിയുള്ളതായ വേവലാതികൾ, ജോലിയിലുണ്ടാകുന്നതായ ഉയർച്ചകൾ, താഴ്ചകൾ, പരാജയങ്ങൾ, വിജയങ്ങൾ, ഇതെല്ലാം അവരുടെ സമാധാനം കെടുത്തിക്കളയുന്നതാണ്. അവരും തിരക്കിലാണ്. ഇനി വിവാഹിതരാണെങ്കിൽ കുടുംബജീവിതത്തിൻ്റേതായിട്ടുള്ള പ്രാരാബ്ധങ്ങൾ, വിവാഹിതരല്ലെങ്കിൽ വിവാഹത്തെപ്പറ്റിയുള്ളതായ ആഗ്രഹങ്ങൾ, ആലോചനകൾ, ഇതെല്ലാം അവരുടെയും സമാധാനം കെടുത്തിക്കളയുകയും അവരെ തിരക്കിലാക്കുകയും ചെയ്യുന്നതായ കാര്യങ്ങളാണ്. ഇനി പ്രായമുള്ളവരുടെ കാര്യം എടുത്താലോ, മക്കളെ വളർത്തി പഠിപ്പിച്ച് ഒരു നിലയിലാക്കി ഇനിയുള്ള ശിഷ്ടായുസ് അവർ എന്താണ് ചെയ്യുന്നത്? അവരും തിരക്കിലാണ്. കാരണം മക്കളൊന്നും സ്ഥലത്ത് കാണുകയില്ല. ഒരുപക്ഷെ ജോലിക്കായിട്ട് പോകും, അല്ലെങ്കിൽ വിദേശങ്ങളിലായിരിക്കാം. അവരുടെ മക്കളെ വളർത്തുക, ആ മക്കളെ പരിപാലിക്കുക, ഇതൊക്കെയാണ് പ്രായമുള്ളവരുടെ ജോലി. അങ്ങനെ അവരും തിരക്കിലാണ്. എല്ലാവരും എല്ലാ സമയത്തും തിരക്കിലാണ്. ഒരു മനുഷ്യൻ്റെ പുരുഷായുസ് മുഴുവൻ അപഗ്രഥിക്കുകയാണെങ്കിൽ അവൻ്റെ ചെറുപ്പകാലം മുതൽ അവൻ്റെ പ്രായമുള്ള സമയം വരെയുള്ള കാലഘട്ടത്തെ നാം നോക്കുമ്പോൾ അവൻ തിരക്കോടുകൂടെ എന്തിനോ വേണ്ടി ഓടുകയാണ്. എല്ലാറ്റിനും വേണ്ടി അധ്വാനിക്കുന്നു. അങ്ങനെ അത്യധ്വാനം ചെയ്ത് ധാരാളം പണമുണ്ടാക്കി ഇഷ്ടം പോലെ വസ്തുവകയും അതുപോലെ തന്നെ വലിയ ബംഗ്ലാവും വലിയ വലിയ സൗകര്യങ്ങളും ഒക്കെ സ്വരൂപിച്ച് ധനസമൃദ്ധിയിൽ സന്തോഷിച്ച് ജീവിക്കുന്നതായ മനുഷ്യൻ താൻ നേടേണ്ടതെല്ലാം നേടി എന്നൊരു പക്ഷെങ്കിൽ വിചാരിക്കാൻ സാധ്യതയുണ്ട്. ലിയോ ടോൾസ്റ്റോയ് എഴുതിയ ഒരു കഥ ഇത്തരുണത്തിൽ ശ്രദ്ധേയമാണ്. ഒരു ദരിദ്രനായ മനുഷ്യൻ രാജാവിനെ മുഖം കാണിക്കുവാനായി ചെന്നു. രാജാവിൻ്റെ മുൻപിൽ ചെന്ന് അദ്ദേഹം ഇങ്ങനെ അപേക്ഷിച്ചു: മഹാരാജൻ, എനിക്ക് ഒരു തുണ്ട് വസ്തു പോലുമില്ല. ഒരു ചെറിയ കൂര വയ്ക്കുന്നതിന് അല്പം വസ്തു അവിടുന്ന് അനുവദിച്ച് നൽകണം. രാജാവ് സമ്മതിച്ചു. പിറ്റേന്ന് രാവിലെ തന്നെ ഒരു പ്രത്യേകമായ സ്ഥലത്തേക്ക് അയാളോട് വരാൻ ആവശ്യപ്പെട്ടു. അവിടെ ഒരു അടയാളം വെച്ചു. എന്നിട്ട് അയാളോട് പറഞ്ഞു: ഇവിടെ നിന്ന് താങ്കൾ നടന്നു തുടങ്ങുക. സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് താങ്കൾക്ക് എത്രമാത്രം വസ്തുവിന് ചുറ്റും നടക്കുകയോ ഓടുകയോ ചെയ്ത് തിരികെ വരാൻ സാധിക്കും, അത്രയും വസ്തു താങ്കൾക്ക് സ്വന്തമായി കരമൊഴിവായി പതിച്ചു നൽകുന്നതാണ്. ആ മനുഷ്യൻ നടക്കാൻ ആരംഭിച്ചു. അങ്ങനെ കുറേ സമയം നടന്നു. ആ മനുഷ്യൻ വിചാരിച്ചു, ഇനിയും ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ, നേരം സന്ധ്യ ആകുന്നത് വരെ നടക്കാമല്ലോ, അതുകൊണ്ട് കുറേ കൂടെ വസ്തു സ്വന്തമാക്കാനുള്ള സമയമാണ്. അദ്ദേഹം നടന്നു. കുറേ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഓടി. അങ്ങനെ ഓടി ഓടി അദ്ദേഹം തുടങ്ങിയതായ സ്ഥാനത്ത് നിന്ന് വളരെയധികം വിദൂരതയിലായി. നേരം ഏതാണ്ട് സന്ധ്യയാകാറായി. അദ്ദേഹം തിരികെ ഓടാൻ തുടങ്ങി. വളരെയധികം ആഞ്ഞു പരിശ്രമിച്ചിട്ടും അദ്ദേഹത്തിന് ആരംഭിച്ചതായ ആ സ്ഥലത്തേക്ക് വരുവാൻ സാധിക്കുന്നില്ല. വളരെയധികം കിണഞ്ഞു പരിശ്രമിച്ചു. എന്നാൽ അയാൾക്ക് സാധിച്ചില്ല. അവസാനമായി അയാൾ ആ ഓട്ടത്തിനിടയിൽ തന്നെ വീണു മരിച്ചു. അയാളെ അടക്കം ചെയ്യുന്നതിന് വെറും 6 അടി മണ്ണ് മാത്രമാണ് വേണ്ടി വന്നത്. ജീവിതത്തിൻ്റെ ആരംഭം മുതൽ എന്തിനോ വേണ്ടി കിണഞ്ഞു പരിശ്രമിക്കുകയും എന്തിനൊക്കെയോ വേണ്ടി ഓടുകയും ചെയ്യുന്നതായ മനുഷ്യൻ തിരക്കോടുകൂടെ തൻ്റെ ജീവിതത്തിൽ എന്തെല്ലാമോ ചെയ്തു കൂട്ടുന്നു. അതിനിടയിൽ ജോലി ചെയ്യുന്നു, സമ്പാദിക്കുന്നു, എന്തെല്ലാമോ കാര്യങ്ങളിൽ ഏർപ്പെടുന്നു. പക്ഷേ ദൈവവചനം വളരെ കൃത്യമായും വ്യക്തമായും പറയുന്നതായ ഒരു കാര്യം 39-ാം സങ്കീർത്തനം 6-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നതാണ്: മനുഷ്യരൊക്കെയും
വെറും നിഴലായി നടക്കുന്നു നിശ്ചയം. അവർ വ്യർത്ഥമായി പരിശ്രമിക്കുന്നു നിശ്ചയം. അവൻ ധനം സമ്പാദിക്കുന്നു, ആർ അനുഭവിക്കും എന്നറിയുന്നില്ല. എന്നാൽ ഈ ലോകത്തിലെ ജീവിതത്തിൽ നാം നേടേണ്ടുന്ന അതിപ്രധാനമായ കാര്യം എന്താണ്? സർവ്വലോകത്തിൻ്റെയും പാപത്തിന് പരിഹാരം വരുത്തുവാൻ കാൽവറി ക്രൂശിൽ യാഗമായി അർപ്പിക്കപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുക എന്നുള്ളത് തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെയും അത് സാധിച്ചിട്ടില്ല എങ്കിൽ ഇപ്പോൾ അതിനിടയാകട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യാശയുടെ പുത്തൻ പ്രഭാതത്തിൽ സ്വർഗപിതാവിൻ്റെ ഇമ്പസ്വരവുമായി സ്വർഗീയനാദം, ദ ഹെവൻലി വോയിസ്. എന്റെ ആവശ്യങ്ങളറിഞ്ഞ് അതിശയമായി നടത്തുന്നവൻ, എന്റെ ആവശ്യങ്ങളറിഞ്ഞ് അതിശയമായി നടത്തുന്നവൻ, നിൻ കൃപ മനോഹരമേ നാഥ, നിൻ കൃപ മനോഹരമേ, നിൻ കൃപ മനോഹരമേ നാഥ, നിൻ കൃപ മനോഹരമേ. എനിക്കായി നൽവഴി തുറന്നിടുമേ എന്നേശുപരൻ. ജീവിതത്തിൽ എനിക്കായി നൽവഴി